ശബരിമലയിലേക്കാണ് പോകുന്നത്. AV ജയശങ്കർ വിവരങ്ങൾ ചേരുന്നുണ്ട്. ജയശങ്കർ, കഴിഞ്ഞ ദിവസം ഉണ്ടായ വലിയ തിരക്കുണ്ട്, അതിന്റെ പശ്ചാത്തലത്തിൽ പുതിയ നിയന്ത്രണങ്ങൾ വരുന്നു. എന്തൊക്കെയാണ് നിലവിലെ വിവരങ്ങൾ ജയശങ്കർ? ഗുഡ് മോർണിംഗ് ഉന്മേഷ്. എന്തായാലും കഴിഞ്ഞ ദിവസത്തെ തിരക്ക് പരിഗണിച്ച് പോലീസ് അവരുടെ ഭാഗത്തുനിന്ന് അവരുടെ ക്രമീകരണങ്ങൾ കുറച്ചധികം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. നിലവിൽ നിലയ്ക്കലിൽ വാഹനങ്ങൾ തടഞ്ഞ് പരിശോധിച്ച് ഈ പാസ്സുള്ള വെർച്വൽ ക്യൂ ബുക്ക് ചെയ്ത ഭക്തരെ മാത്രമാണ് പമ്പയിലേക്ക് കടത്തിവിടുന്നത്. ബാക്കിയുള്ളവരെ തടയുന്ന ഒരു സാഹചര്യമാണുള്ളത്. നമ്മൾ 5:30യോടുകൂടിയാണ് നിലയ്ക്കലിലെത്തുന്നത്. ആ ഘട്ടത്തിൽ ഇവിടെ വലിയ വാഹനങ്ങളുടെ നിരയുണ്ടായിരുന്നു. ഇപ്പോഴെന്തായാലും കാര്യങ്ങൾ സ്മൂത്ത് ആയിട്ടുണ്ട്. വാഹനങ്ങളൊക്കെ ഏറെക്കുറെ പമ്പയിലേക്ക് വിട്ടിട്ടുണ്ട്. ഈ പമ്പയിലെത്തുന്ന വാഹനങ്ങൾ തിരികെ ഈ ഭക്തരെ ഇറക്കി തിരിച്ചു വരണമെന്നാണ് പോലീസ് നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഒപ്പം തന്നെ നിലവിൽ പമ്പയിലെ സ്പോട്ട് ബുക്കിംഗ് കേന്ദ്രങ്ങളെല്ലാം തന്നെ താൽക്കാലികമായി നിർത്തലാക്കിയിട്ടുണ്ട്. നിലയ്ക്കലിലാണ് സ്പോട്ട് ബുക്കിംഗ് കേന്ദ്രം നിലവിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. ഈ സ്പോട്ട് ബുക്കിംഗ് നിലയ്ക്കലിൽ നിന്നെടുത്ത ആളുകളെ മാത്രമായിരിക്കും പമ്പയിലേക്ക് കടത്തിവിടുക. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ സ്പോട്ട് ബുക്കിങ്ങിന് വേണ്ടി ആളുകൾ പമ്പയിലേക്ക് ഇടിച്ചു കയറിയതാണ് വലിയ തോതിലുള്ള തിരക്കിന് കാരണമായത്. എന്തായാലും നിലവിൽ അത്തരം സാഹചര്യമൊക്കെ ഒഴിവാക്കുന്നതിന്റെ ഭാഗമായി മുൻകരുതൽ പോലീസ് എടുത്തിട്ടുണ്ട്. ഇന്ന് കൃത്യമായ മുൻകരുതലാണ് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നത്. കൃത്യമായി നിലയ്ക്കലിൽ വാഹനങ്ങൾ തടയുന്നു, അവ പരിശോധിക്കുന്നു. ഈ സ്പോട്ട് ബുക്കിംഗ് നടത്തിയ ഇല്ലെങ്കിൽ ഈ പാസ്സുള്ള ആളുകളെ മാത്രം വിടുക എന്നൊരു തീരുമാനത്തിലേക്ക് പോലീസ് എത്തുന്നു. അത്തരത്തിൽ കൃത്യമായൊരു ക്രമീകരണം പോലീസിന്റെ ഭാഗത്തുണ്ട്. അത്തരം ക്രമീകരണങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ നിലവിൽ ഇന്ന് കഴിഞ്ഞ ദിവസത്തെ സമാനമായ സ്ഥിതി വരില്ല എന്നാണ് പോലീസിന്റെ ഒരു പ്രതീക്ഷ. പമ്പയിൽ വലിയ തിരക്ക് ഇപ്പോൾ അനുഭവപ്പെടുന്നുണ്ട്. ഭക്തരുടെ വലിയ സാന്നിധ്യം അവിടെയുണ്ട്. പക്ഷേ ദർശനം കഴിഞ്ഞ ആളുകൾ മല ഇറങ്ങി വരികയും പമ്പയിൽ നിന്ന് പുറത്തേക്ക് പോവുകയും ചെയ്യുന്നത് വലിയ ആശ്വാസമാണ്. അത്തരത്തിൽ പോലീസ് കഴിഞ്ഞ ദിവസത്തെ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ഇന്ന് വലിയ തോതിലുള്ള ക്രമീകരണങ്ങൾ നടത്തിയിട്ടുണ്ട്, മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. പാളില്ല, സംഭവങ്ങൾ കയ്യിൽ നിൽക്കുമെന്ന് തന്നെയാണ് പോലീസിന്റെ ഇന്നൊരു പ്രതീക്ഷ. അല്പസമയം മുമ്പ് വരെ ഈ നിലയ്ക്കലിന്റെ ചുമതലയുള്ള അശ്വതി ജിജി IPS നേരിട്ട് ഇവിടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. വലിയ വാഹനങ്ങളുടെ നിരയുള്ള ഘട്ടത്തിലായിരുന്നു അവർ ഇവിടെ എത്തിയത്. എപ്പോഴെന്തായാലും നിലയ്ക്കലിലെ ആശ്വാസകരമായിട്ടുണ്ട്. എന്തായാലും കൃത്യമായ നിയന്ത്രണങ്ങൾ ജയശങ്കറാണ് നിലയ്ക്കലിലെ വിവരങ്ങൾ നൽകിയത്. MG പ്രതീഷ് ചേരുന്നുണ്ട് ഇപ്പോൾ സന്നിധാനത്ത് നിന്ന്. പ്രതീഷ്, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസം വലിയ തിരക്കുണ്ടായിരുന്നു സന്നിധാനത്ത്. ഇന്നത്തെ അവസ്ഥ എന്താണ്? എന്തൊക്കെയാണ് വിവരങ്ങൾ പ്രതീഷ്? ഉന്മേഷ്, കഴിഞ്ഞ ദിവസം ശബരിമല സന്നിധാനത്ത് ഉണ്ടായിരുന്ന സാഹചര്യം അല്ല ഇന്ന്. തിരക്ക് പൂർണ്ണമായും നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. വളരെ കൃത്യമായ നിയന്ത്രണങ്ങളോടെ കൂടി മാത്രമാണ് തീർത്ഥാടകരെ ശബരിമല സന്നിധാനത്തേക്ക് കടത്തിവിടുന്നത്. അതുകൊണ്ട് തന്നെ ഈ നടപ്പന്തലിലും ഈ 18-ാം പടിക്ക് താഴെയും കൃത്യമായി തീർത്ഥാടകരുടെ തിരക്ക് നിയന്ത്രിക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ട്. ഈ നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിൽ അനുഭവപ്പെട്ട വലിയ ബുദ്ധിമുട്ടുകൾ ഇത്തവണ തീർത്ഥാടകർക്കില്ല. പക്ഷേ ഈ പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് എത്തുമ്പോൾ ഉണ്ടാകുന്ന അടിസ്ഥാന സൗകര്യങ്ങളുടെ പ്രശ്നം ഇപ്പോഴും അതേപടി തന്നെ നിലനിൽക്കുന്നുണ്ട്. കുടിവെള്ളവും മറ്റ് പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിനുള്ള സൗകര്യവും ഇപ്പോഴും പൂർണ്ണ തോതിൽ ശരിയായിട്ടില്ല. അത്തരത്തിലുള്ള പരാതികൾ തീർത്ഥാടകർ ഇപ്പോഴും പറയുന്നുണ്ട്. പക്ഷേ ഈ തിരക്ക് പോലീസ് കൃത്യമായി ഇടപെട്ട് നിയന്ത്രിച്ചിട്ടുണ്ട്. അത് പമ്പയിലും നിലയ്ക്കലും ഉൾപ്പെടെ കർക്കശമായ നിയന്ത്രണം ഏർപ്പെടുത്തിയത് കൊണ്ടാണ് സന്നിധാനത്ത് തീർത്ഥാടകരെ നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. 18-ാം പടിക്ക് താഴെയും കൃത്യമായി തീർത്ഥാടകരെ നിയന്ത്രിച്ചുകൊണ്ടാണ് 18-ാം പടി കയറ്റി വിടുന്നത്. ഈ സ്പോട്ട് ബുക്കിംഗിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയതാണ് സന്നിധാനത്തെ തിരക്ക് കുറയാൻ കാരണമായിട്ടുള്ളത്. ഇന്നലെ ഈ അമിതമായി സ്പോട്ട് ബുക്കിംഗ് വഴി ആളുകൾ സന്നിധാനത്തേക്ക് എത്തിത്തുടങ്ങിയതാണ് ഈ പോലീസിന്റെ തന്നെ നിയന്ത്രണം പോലീസിന്റെ കയ്യിൽ നിന്ന് പോയത്. പക്ഷേ ഈ വൈകിട്ടോടുകൂടി തന്നെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും ഭാഗികമായി പലയിടങ്ങളിൽ നിന്നായി തീർത്ഥാടകരെ കടത്തിവിട്ട് ആ തിരക്ക് നിയന്ത്രിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്നലെ 1 ലക്ഷത്തിന് മുകളിൽ തീർത്ഥാടകർ ശബരിമലയിൽ എത്തി എന്നതാണ് പോലീസിന്റെ കണക്ക്. ഔദ്യോഗികമായ കണക്ക് അല്പസമയത്തിനകം തന്നെ പുറത്തു വരും. ഇന്ന് 1 ലക്ഷത്തിൽ അകത്ത് തീർത്ഥാടകരുടെ എണ്ണം നിജപ്പെടുത്താനാണ് ദേവസ്വം ബോർഡിന്റെയും പോലീസിന്റെയും തീരുമാനം. നമ്മളിപ്പോൾ കാണുന്നത് 18-ാം പടിക്ക് താഴെയുള്ള ദൃശ്യങ്ങളാണ്. പക്ഷേ ഈ വളരെ പെട്ടെന്ന് തന്നെ ഈ തീർത്ഥാടകർക്ക് 18-ാം പടി ചവിട്ടാൻ കഴിയും. അതിനപ്പുറത്ത് വലിയ നടപ്പന്തലിലൂടെ തീർത്ഥാടകരെയും നിയന്ത്രിച്ചുകൊണ്ട് തന്നെ ഈ 18-ാം പടി കയറ്റി വിടുകയാണ്. ഈ കൂടുതൽ തീർത്ഥാടകർ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ സന്നിധാനത്ത് തമ്പടിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. വിരിവച്ച ഇവിടെ കഴിയുന്ന സാഹചര്യം അത് ഒഴിവാക്കണമെന്ന കർശന നിർദ്ദേശം പോലീസും ദേവസ്വം ബോർഡും അറിയിച്ചിട്ടുണ്ട്. ദർശനം നടത്തി വളരെ പെട്ടെന്ന് തന്നെ തീർത്ഥാടകർ സന്നിധാനത്ത് നിന്ന് മടങ്ങണമെന്ന നിർദ്ദേശമാണ് പോലീസ് പറയുന്നത്. എന്തായാലും നിലവിൽ സ്ഥിതി സമാധാനപരമാണ്. മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ശബരിമലയിലില്ല. പക്ഷേ അടിസ്ഥാന സൗകര്യങ്ങളുടെ പരാതി തീർത്ഥാടകർ ഉയർത്തുന്നുണ്ട്. ശരി, MG പ്രതീഷാണ് സന്നിധാനത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.